എൻ്റെ അച്ഛൻ ഇങ്ങനെ കണ്ണും നട്ടിരിക്കുന്നത് ആരെയാണെന്നറിയോ? എൻ്റെ വീട്ടുകാരെ. അതായത് എൻ്റെ മാക്കുല് വീട്ടുകാരെ. അപ്പോൾ അച്ഛൻ്റെ കൂടെ ഞാനും ഉണ്ട്. അപ്പോൾ ഇവരിവിടെയായിരിക്കും വണ്ടി നിർത്തുക. കാരണം അക്ഷയാണ് കൂട്ടാൻ പോയിട്ടുള്ളത്. വേറെ വണ്ടിയിലാണ്. അപ്പോൾ വേറെ വണ്ടി ഇതിനുള്ളിലേക്ക് കയറ്റാൻ പറ്റുമോന്ന് എനിക്കറിയില്ല. പറ്റില്ലാന്ന് അറിഞ്ഞുകൊണ്ടാണ് ഞാനും അച്ഛനും കൂടെ ഇവിടെ വന്ന് നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നമ്മളിങ്ങനെ വെയിറ്റ് ചെയ്യാണ് കേട്ടോ. അപ്പോൾ നമ്മൾ കുറേ ദിവസം കാണാണ്ട് അവരെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമായിരിക്കില്ലേ? പിന്നെ നമ്മളുടെ ഒരു സ്ഥലത്തേക്ക് അവർ വരുമ്പോൾ അപ്പോൾ അങ്ങനെ കാത്തിരുന്ന് അവരിതാ എത്തിയിട്ടുണ്ട്. അപ്പോൾ അവരെത്തിയപ്പോൾ വസുവും സാൻവിയും നല്ല ഉറക്കമായിരുന്നു. വസുവിനാണെങ്കിൽ പപ്പേനെ കണ്ടപ്പോൾ ഭയങ്കര നാണം കേട്ടോ. അപ്പോൾ അവരൊക്കെ ഒന്ന് ഫ്രഷായി. ഇപ്പോൾ ഇവിടെ ആരുമില്ല, എല്ലാവരും ഓരോരോ റൂമിലാണ്. അപ്പോൾ അവർക്ക് ചായയൊക്കെ കൊടുത്ത് പിന്നെ നമ്മളെന്നാൽ മേലെ പോയിട്ട് ഒന്ന് പുതിയ വീടൊക്കെ ഒന്ന് കണ്ടിട്ട് വരാമെന്ന് വിചാരിച്ച് അങ്ങനെ കണ്ടു വന്നതിന് ശേഷം നമ്മളൊന്ന് വിശാൽ മാർട്ടിൽ പോകാമെന്ന് വിചാരിച്ചു. കാരണം നമ്മളുടെ ഫംഗ്ഷൻ തുടങ്ങാൻ പോകുന്നത് ഒരു 12 മണിക്ക് അങ്ങനെയാണ്. അപ്പോൾ ഇപ്പോൾ ഇവിടെ വേറെ പണിയൊന്നുമില്ല, ആരും എത്തിയിട്ടൊന്നുമില്ല, എല്ലാവരും ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്യാണ്. അപ്പോൾ വിശാൽ മാർട്ട് ഇവിടെ അടുത്താണ്. അപ്പോൾ ഇവരെയും കൊണ്ടൊന്ന് പോയിട്ട് വരാമെന്ന് വിചാരിച്ച്. ഞാൻ ആദ്യം പോകുന്നില്ലാന്ന് വിചാരിച്ചതാണ്. പിന്നെ എനിക്കിവിടെ വലിയ കാര്യമായിട്ട് പണിയൊന്നുമില്ല. ആരും വന്നിട്ടുമില്ല. എന്നാൽ പിന്നെ ഞാനും കൂടെ പോകാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഈ മാങ്ങ ഞാനിവിടെ വന്നപ്പോഴേ ഒന്ന് തിന്നണമെന്ന് വിചാരിച്ചതാണ്. പക്ഷേ വീട്ടിൽ അമ്മ കുറേ മാങ്ങ കൊണ്ടുവന്നതുകൊണ്ട് തന്നെ ഇതും വാങ്ങി ചിലപ്പോൾ അവിടേക്ക് പോയി കഴിഞ്ഞാൽ നല്ല ചീത്ത കിട്ടുന്നതുകൊണ്ട് തന്നെ വാങ്ങിച്ചിട്ടില്ല. അപ്പോൾ അച്ഛനും പറയുന്നുണ്ടായിരുന്നു കേട്ടോ, ഈ മാങ്ങ ഒന്ന് കഴിച്ച് നോക്കണം എന്നുള്ളത്. കാരണം കാണാൻ നല്ല രസമുണ്ട്. കിലോന് എത്രയോ 100 120 എങ്ങാനാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഏകദേശം 1 കിലോയേ ഉണ്ടാവുള്ളൂ. അങ്ങനെ വിശാൽ മാർട്ടിലെത്തി. അപ്പോൾ എനിക്കിവിടെ നല്ലോണം അറിയാവുന്നൊരു സ്ഥലമാണ് വിശാൽ മാർട്ട്. കാരണം വേറെ വണ്ടിയിലൊന്നും പോകേണ്ടിയില്ല, നടന്നിട്ട് വരാം. നമുക്ക് വേറെ റിസ്ക് ഇല്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് വേഗം ഇവരെ ഇവിടെ കൂട്ടിക്കൊണ്ട് വന്നത്. ഉച്ചയ്ക്ക് ശേഷം ഡിമാർട്ടിൽ പോകാന്നുള്ള പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പക്ഷേ നടന്നില്ല. കാരണം സമയം ഇത്തിരി അങ്ങോട്ട് ലേറ്റ് ആയിപ്പോയി. അപ്പോഴത്തേക്കും ഇവരെ ട്രെയിന് പിന്നെ മിസ്സായി പോവും. അപ്പോൾ വിശാൽ മാർട്ടിലെത്തി. ഇവിടെ ഡ്രസ്സുകൾ, ബാഗുകൾ, കുടകൾ, പിന്നെ ഒരുപാട് സാധനങ്ങളുണ്ട് കേട്ടോ. അപ്പൊ ബാഗുകൾക്കൊക്കെ നല്ല വില കുറവുള്ള തോന്നി. പിന്നെ നമ്മുടെ വീട്ടിലിടുന്ന പാന്റുകള്, പലാസോ പാന്റുകള് അതൊക്കെ നല്ല വില കുറവുള്ള തോന്നി. ബാംഗ്ലൂരുള്ള ആരെങ്കിലും ഇത് കാണുന്നുണ്ടെങ്കിൽ ഇവളെന്തൊക്കെയാ ഈ പറയുന്നതെന്ന് വിചാരിക്കരുത്. നമ്മൾ ഈ നാട്ടിലുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഈ പറയുന്നത്. ഇവിടെയുള്ളവർക്കൊക്കെ ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളായിരിക്കും. അപ്പൊ ഞാൻ കാര്യമായിട്ടുള്ള പർച്ചേസിംഗ് ഒന്നും നടത്തിയില്ല. കാരണം ഞാൻ ഇനിയും ഒരു 2, 3 ദിവസം ഉണ്ടാവും. അപ്പോൾ വവീച്ചി അമ്മയൊക്കെ ഇങ്ങനെ ചവിട്ടി അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കുന്നുണ്ടായി. അങ്ങനെ അതിനുശേഷം നമ്മൾ ബില്ലൊക്കെ അടിച്ച് തിരിച്ച് നമ്മൾ അങ്ങോട്ടേക്ക് തന്നെ പോവാണ്. അപ്പോൾ ഒരു കവറിന് 17 രൂപ വാങ്ങിക്കും കേട്ടോ ഇവിടുന്ന്. അപ്പോൾ ഞാൻ ആദ്യം വേഗം ഒരു കവറെടുത്ത് ബാഗിൽ വെച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് നമ്മൾ കവറൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ വസുവിനാണെങ്കിൽ എന്തൊക്കെയാ എടുക്കണ്ടേന്നുള്ളൊരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അതിനിടയിൽ വസു എന്തൊക്കെയോ വാങ്ങിച്ചിപ്പിച്ചിട്ടുണ്ട് അച്ഛൻ 2 അച്ചാച്ചന്മാരെ കൊണ്ടും. അങ്ങനെ നമ്മൾ നേരെ തിരിച്ച് അവിടത്തേക്ക് പോവാണ്. അപ്പോൾ ഇനി നമ്മളുടെ ഫംഗ്ഷനാണ്. അപ്പോൾ നമ്മൾ ചെന്നതിന് ശേഷം അച്ഛനൊക്കെ ഡ്രസ്സ് മാറി. ഞാൻ ഓൾറെഡി ഡ്രസ്സ് മാറിയിട്ടാണ് പോയത്. കാരണം നമ്മൾ അഥവാ അവിടുന്ന് ലേറ്റ് ആവുകയാണെങ്കിൽ വന്ന് മാറാനുള്ള സമയമില്ലെങ്കിലോ എന്ന് വെച്ചിട്ട്. അതിനുശേഷം അപ്പോഴത്തേക്കും ഇവിടെ വെള്ളമൊക്കെ റെഡി ഉണ്ടായിരുന്നു. നല്ല അടിപൊളി വെള്ളമാണ് കേട്ടോ. നല്ല രസമുണ്ടായിരുന്നു അത് കുടിക്കാൻ വേണ്ടിയിട്ട്. വെൽക്കം ഡ്രിങ്ക്. അപ്പോൾ നമ്മളെല്ലാവരും ഈ റൂമിൽ ഇങ്ങനെ ഇരുന്ന്, കാരണം നമുക്കറിയാവുന്നവരാരും ഇന്ന് ഇങ്ങോട്ടേക്ക് വരാനില്ല. എല്ലാം ഇവിടുത്തെ ഏട്ടൻ്റെയും പൊന്നൂൻ്റെയൊക്കെ ഫ്രണ്ട്സും ഇവിടെ വർക്ക് ചെയ്യുന്നവരും ഇവിടെ അടുത്തുള്ളവരൊക്കെയാണ്. അപ്പോൾ നമുക്കറിയാവുന്നവരൊന്നുമില്ലല്ലോ. അപ്പോൾ പിന്നെ നമുക്ക് വേറെ പണിയൊന്നുമില്ല. അപ്പോൾ ഏട്ടൻ്റെ അമ്മ എനിക്കിങ്ങനെ വെള്ളം എടുത്ത് തരുന്നുണ്ട്. ഞാനതിങ്ങനെ ഓരോരുത്തർക്കായിട്ട് കൊടുത്ത് പിന്നെ നമ്മൾ കുറച്ച് നേരം ബാൽക്കണിയിലിരുന്ന് അവിടുന്ന് വെള്ളമൊക്കെ കുടിച്ച്. നമ്മളുടെ നാട്ടിലായിരുന്നെങ്കിൽ നമുക്കറിയാവുന്ന ഒരുപാട് പേരുണ്ടാവും. നമുക്ക് ഓടി നടക്കേണ്ട സമയമായിരിക്കുമല്ലോ ഇത്. അങ്ങനെ ഒരു ഓട്ടം ഇവിടെ നിന്നില്ല. പിന്നെ നമ്മളുടെ നാടുമായിട്ട് ഇതാക്കുമ്പോൾ വലിയ തിരക്കും കാര്യങ്ങളും ഇല്ല. പിന്നെ അധികം ആൾക്കാരില്ല. നമ്മളൊരു ഹൗസ് വാമിംഗ് എന്നൊക്കെ പറയുമ്പോൾ ഒരുപാട് പേരുണ്ടാവുമല്ലോ. ഇവിടെ അവരുടെ ഒരു ലിമിറ്റ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ, ഇത്രയും ക്ലോസ് ആയിട്ടുള്ള ആൾക്കാർ മാത്രമേ ഉള്ളൂ. അപ്പോൾ ഓരോരുത്തർ ഇങ്ങനെ വരുന്നുണ്ട്. അപ്പോൾ ഇതാണ് കേട്ടോ എൻ്റെ ഇത്തുമണി. ഇത്തുമണി എന്ന് പറഞ്ഞാൽ പൊന്നൂൻ്റെ രണ്ടാമത്തെ മോളാണ്. ഞാനൊന്നുമായിട്ട് അത്ര ക്ലോസ് അല്ല കേട്ടോ. കാരണം ഇവളും വസുവും തമ്മിൽ 2.5 മാസത്തെ വ്യത്യാസമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എനിക്ക് ഇവളെ നോക്കാനുള്ള സമയവും കാര്യങ്ങളും ഒന്നുമില്ല. കാരണം ഇവളെ പ്രസവിക്കുന്ന സമയത്ത് ഞാൻ വസുവിനെ പ്രസവിച്ച് കിടക്കുകയാണ്. അപ്പോൾ തന്നെ എനിക്ക് അവനെ നോക്കേണ്ട തിരക്കൊണ്ട് തന്നെ ഇവളെ നോക്കേണ്ട ആയിട്ടില്ല. അതുപോലെയല്ല വൈദുവിനെ ഞാൻ എന്നാലും കുറച്ച് നോക്കിയിട്ടുണ്ട്. ആ ഒരു അറ്റാച്ച്മെന്റ് ഓക്കെ എന്നോടുണ്ട്. പക്ഷെ ഇവക്കത് വരാനുള്ള സമയമായിട്ടില്ല. ഇവക്ക് അത്ര അറിയില്ല. ഇവിടെ വന്നതിന് ശേഷമാണ് ഓളെന്നെ അന്ന് തന്നെ മേമാന്നൊക്കെ ശരിക്കും വിളിക്കുന്നത്. വീഡിയോ കോളിലൂടെ ഒക്കെ കാണുമെന്നല്ലാണ്ട്. അപ്പോൾ ഈ ഒരു ക്ലോക്ക് ഏട്ടൻ്റെ ഫ്രണ്ട്സുകൾ ഗിഫ്റ്റ് ചെയ്തതാണ് കേട്ടോ. നല്ല രസമില്ലേ കാണാൻ വേണ്ടിയിട്ട്. അവിടെ നന്നായിട്ട് ഇണങ്ങുന്നുണ്ട് കേട്ടോ ആ ഒരു ക്ലോക്ക്. അപ്പോൾ ഇങ്ങനെ ഓരോരുത്തർ വരുന്നുണ്ട്. അറിയാവുന്ന കുറച്ച് പേരുണ്ട്. അവരോടൊക്കെ നമ്മളിങ്ങനെ കഥയൊക്കെ പറഞ്ഞു. പിന്നീട് നയനേച്ചിയും ജഗദീഷേട്ടനും ഇവർ പണ്ടത്തെ ഫ്ലാറ്റിലുള്ള അടുത്തുള്ള ആൾക്കാരാണ് കേട്ടോ.
ഇപ്പോഴും നല്ല പരിചയമാണ്. അന്ന് മുതലുള്ള അതേ സ്നേഹം അവർക്ക് ഇപ്പോഴും നമ്മളടുത്ത് ഉണ്ട്. ഒരുപാട് വർഷം മുൻപ്, ഏകദേശം ഒരു 7 വർഷം മുമ്പ് പരിചയപ്പെട്ടതാണ് അവരുമായിട്ട്. അന്ന് കണ്ട് കുറച്ച് ദിവസത്തെ പരിചയമുള്ളൂ, പക്ഷെ എപ്പോഴും ആ സ്നേഹമുണ്ട്. അപ്പോൾ അതിനുശേഷം പിന്നെ നമ്മൾ പിന്നെ മേലത്തേക്ക് പോവട്ടെ എന്ന് വിചാരിച്ച്, കാരണം ഫുഡും കാര്യങ്ങളൊക്കെ റെഡിയാക്കിയിട്ടുണ്ട്. ഇനി ഫുഡൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചു. താഴെ കുറച്ച് നേരം നിന്ന് പിന്നെ നമ്മളുടെ സൗകര്യക്കുറവുണ്ടാവുമല്ലോ. അതൊരു ഫ്ലാറ്റ് ആണല്ലോ. നമുക്ക് നിന്ന് ഇരിക്കാനൊക്കെയുള്ള സൗകര്യക്കുറവുണ്ടാവും. അപ്പോൾ മേലെ എത്തിയപ്പോൾ ഇതാ ഫുഡ് കഴിക്കാൻ എല്ലാവരും റെഡിയായി നിന്നിട്ടുണ്ട്. ബൊഫേ സിസ്റ്റം ആയിരുന്നു. ബിരിയാണി, ചിക്കൻ പൊരിച്ചത് അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം വേഗം ഇവരെ ഇരുത്തിയിട്ട് ഫുഡൊക്കെ കൊടുത്തു. പിന്നെ വസുവും സാൻവിയും, വസുവിന് ഫുഡ് കൊടുത്തു ഇവരുടെ അടുത്ത് തന്നെ. സാൻവി വൈദുവിൻ്റെ കൂടെ ഇരിക്കുന്നുണ്ട്. അതിനുശേഷം ഞാനും ലാലുവേട്ടനും ഫുഡ് കഴിച്ചു. ഒരു ഐസ്ക്രീം എടുത്ത് ഞാൻ നേരെ താഴേക്ക് പോയി. ഈ ഒരു ഏട്ടനുണ്ടല്ലോ എൻ്റെ എല്ലാ വീഡിയോയും കാണുന്ന എൻ്റെ ഒരു കട്ട ഫോളോവറാണേ.